ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നു മുതൽ നമ്മൾ അപ്പോസ്തോല പ്രവൃത്തികളുടെ ഒരു പഠനം ആരംഭിക്കുകയാണ്. അത് പ്രസംഗവും പഠനവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് എന്ന് ദൈവമക്കൾക്കറിയാമല്ലോ. രണ്ടും ദൈവസഭയ്ക്ക് ആവശ്യമാണ്. പഠനമെന്ന് പറയുമ്പോൾ ഒരു വിഷയമോ ഒരു ബുക്കോ എടുത്ത് നമ്മൾ കാര്യങ്ങൾ അതിൻ്റെ ഗൗരവമായി അതിൻ്റെ ആഴങ്ങളിലിറങ്ങി പഠിക്കുമ്പോൾ നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യമാണ്. സ്നേഹത്തോടെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഒരു നോട്ട്ബുക്കും ഒരു പേനയും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്ന് കുറിക്കാനും, കാരണം പിന്നീട് നമുക്കതൊന്ന് വായിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവമക്കളുടെ വളരെ സഹകരണം ഇതിനകത്ത് ആവശ്യമാണ്. പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തയ്യാറെടുപ്പോടെ ഇരിക്കണം. മാത്രമല്ല, വളരെ ശക്തിയോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ഒരു ദൈവദാസനും അറിയില്ല. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കേണ്ടത്. ആകയാൽ ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശം ദൈവസഭയെക്കുറിച്ചും ദൈവസഭ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ വളരെയധികം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവമക്കൾ എളിവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാമെന്ന നിങ്ങളുടെ സ്നേഹിതരോട് ഇങ്ങനെയൊരു ബൈബിൾ സ്റ്റഡിയെക്കുറിച്ച് നിങ്ങൾ പറയുകയും വേണം. അപ്പോസ്തല പ്രവൃത്തികളുടെയാണ് പഠനം. നമുക്ക് തുടങ്ങാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേദപുസ്തകം 66 പുസ്തകങ്ങളടങ്ങിയ ഒരു ഗ്രന്ഥമാണെന്ന് ദൈവമക്കൾക്കറിയാമല്ലോ. ഈ 66 പുസ്തകത്തെ രണ്ടായി തിരിച്ചിരിക്കുക: പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളുടെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇക്കാര്യങ്ങളൊക്കെ 4 സുവിശേഷകർ വ്യത്യസ്ത ദിക്കിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4 പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. അതിന് തൊട്ടടുത്ത് പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ബൈബിളിലെ 44-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 5-ാമത്തെ ഗ്രന്ഥവുമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ ഒരു ചരിത്ര പുസ്തകമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം വന്ന 30 വർഷത്തിലെ ദൈവസഭയുടെ ചരിത്രമാണ്. ആ സഭ എങ്ങനെ മുന്നേറി എന്നുള്ളതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തോട് ഒരു പ്രത്യേക പോരാട്ടമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഇത് കേവലം ഒരു ചരിത്ര പുസ്തകമാണ്, അതിനകത്ത് അങ്ങനെ ഉപദേശ സത്യങ്ങളൊന്നും ഇല്ല, അതത്ര ഗൗരവമായി എടുക്കണ്ട എന്നൊക്കെ ചിലർ പറയുന്നതായിട്ടൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
ദൈവമക്കളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും, ഇങ്ങനെയുള്ള പ്രസ്താവനകളിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. All the word of God is God inspired. അതുകൊണ്ട് ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ അനേക ഉപദേശങ്ങൾ, ദൈവവചനത്തിന് വിപരീതമായത് പരന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കാൻ ഞാൻ വിശേഷാൽ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ ചാപ്റ്റർ 2-ാമത്തെ അധ്യായമാണ്. 2-ാമത്തെ അധ്യായം ദൈവവചനം അറിയാം, ദൈവമക്കൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിലാണ് പരിശുദ്ധാത്മാവ് കാത്തിരുന്ന 120 പേരെ വന്ന് നിറയ്ക്കുന്നതായിട്ട് നാം കാണുന്നത്. അതാണ് കീ ചാപ്റ്റർ. ഇതിലൊരു താക്കോൽ വാക്യമുണ്ട്. ആ വാക്യം ഞാൻ പറയാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പിന്നെ ഇതൊരു പഠനമായതുകൊണ്ട് ഈ താക്കോൽ വാക്യം ദൈവമക്കൾ കാണാതെ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പഠനമായതുകൊണ്ട് നമ്മൾ സഹരിച്ചേ ഒക്കുകയുള്ളൂ. എൻ്റെ വലിയ ആഗ്രഹം ഈ പഠന പരമ്പര കഴിയുമ്പോൾ കൃത്യമായി എല്ലാ എപ്പിസോഡുകളും കണ്ട ഒരാൾ ഇത് പഠിപ്പിക്കാൻ തക്കവണ്ണം പ്രാപ്തരാകണം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം അങ്ങനെ ആവശ്യമാണ്. അപ്പോൾ ഈ അപ്പോസ്തലപ്രവൃത്തി 1-8 ദൈവമക്കൾ പഠിക്കണം, ബൈ ഹാർട്ടാക്കണം. അത് പ്രയാസമൊന്നുമില്ല, പരിശുദ്ധാത്മാവ് സഹായിക്കും. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇട്ടാൽ മതി, കർത്താവ് അതിനുള്ള കൃപ തരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. കാരണം ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 28 അധ്യായങ്ങൾ അടങ്ങിയ 1007 വാക്യങ്ങളുള്ള ഈ പുസ്തകത്തെ ഞാൻ 4ആയി വിഭജിക്കും. അപ്പോൾ ഈ വാക്യം ശരിക്കറിയാമെങ്കിൽ പെട്ടെന്ന് ഈ 28 അധ്യായങ്ങളെ വളരെ ഈസിയായി നമുക്കത് പഠിക്കാൻ കഴിയും. പഠനത്തിൻ്റെ സൗകര്യത്തിനായിട്ടാണ് നമ്മൾ ആ നിലയിൽ വിഭജിച്ച് പഠിക്കുന്നത്. അവിടെ ദൈവമക്കളെ ഒന്ന് കോപ്പറേറ്റ് ചെയ്താൽ ഞാൻ ഇനിയും പറയാൻ പോകുന്ന വിഭജനങ്ങൾ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കാൻ കഴിയും. വിഭജനം ഞാൻ പറയുന്നതിന് മുമ്പ് താക്കോൽ അധ്യായവും താക്കോൽ വാക്യവും ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തകത്തെ 4ആയി വിഭജിക്കുമെന്ന് പറഞ്ഞു. വിഭജനത്തിന് മുമ്പ് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പല സന്ദർഭങ്ങളിലും അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ തൻ്റെ ധാരാളം മിഷണറി യാത്രകളിൽ അദ്ദേഹം കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. പുതിയ നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ വോളിയമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. 1-ാമത്തേത് ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊള്ളാം. ഇതാർക്കെഴുതിയെന്ന് അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ തിയോഫിലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ക്രിസ്തുവിനെ വിശ്വസിച്ച ഒരാളാവാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ പക്ഷം യേശുക്രിസ്തുവിനെക്കുറിച്ച് താൻ നന്നായി അറിയാൻ താല്പര്യപ്പെട്ട ഒരാളാവാൻ സാധ്യതകളുണ്ട്. അതാണ് ലഘുവായി ഇതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഒന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനി ആ വിഭജനം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. ഞാൻ വളരെ നിർത്തി പറയുന്നത് നിങ്ങളെ കാര്യം കുറിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ കാര്യം ഒന്ന് കുറിക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ 4 വിഭജനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. 1-ാം അധ്യായത്തിൻ്റെ
1 വാക്യം മുതൽ 2 അധ്യായത്തിൻ്റെ 4 വാക്യം വരെ ഈ ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷനാണ്, മുഖവരയാണ്. 2 അധ്യായത്തിൻ്റെ 5 മുതൽ 8 അധ്യായത്തിൻ്റെ 3 വാക്യം വരെ സഭ യെരുശലേമിൽ, 8 അധ്യായത്തിൻ്റെ 4 വാക്യം മുതൽ 11 അധ്യായത്തിൻ്റെ 18 വാക്യം വരെ സഭ യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും, 11-ന്റെ 19 മുതൽ 28-ന്റെ 31 വരെയുള്ള വാക്യങ്ങളിൽ സഭ അന്നറിയപ്പെട്ട ലോകത്തിൽ എല്ലായിടത്തും. നോക്കിക്കേ, ആ 1 അധ്യായത്തിൻ്റെ 8 വാക്യം ശരിക്കും നമ്മൾ ഒന്ന് ബൈഹാർട്ടാക്കിയാൽ ഈ വിഭജനങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഭജനം പഠിച്ചു കഴിഞ്ഞാൽ, അതൊന്ന് മനഃപ്പാഠമാക്കിയാൽ, ഈ പുസ്തകം തന്നെ നമുക്ക് ഓരോ അധ്യായങ്ങളും പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ വരും. മറ്റൊരാളിനോട് ഇത് പറയുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് മെസ്സേജ് കൺവേ ചെയ്യാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. വളരെ എക്സൈറ്റിംഗ് ബുക്കാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികളിനെ പോലെ വേദപണ്ഡിതന്മാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശിഷ്യന്മാർ കാത്തിരിക്കുന്നവരുടെ മേൽ ഇറങ്ങി വന്ന് അവരിലൂടെ ആ കാലഘട്ടത്തെ സുവിശേഷീകരിച്ചതിൻ്റെ ചരിത്രമാണ്. സാധാരണ ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അസാധാരണമായ കാര്യങ്ങൾ, എക്സ്ട്രാ ഓർഡിനറിയായ കാര്യങ്ങൾ അവരിലൂടെ ചെയ്തെടുത്തതിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. 28 അധ്യായങ്ങളിലും ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. എന്നെ വളരെയധികം വ്യക്തിപരമായി സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ. തീർച്ചയായും നിങ്ങളെ ഓരോരുത്തരെയും മാത്രമല്ല, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകൾക്ക് തന്നെ ഈ പഠനം ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിപ്പാനും ആത്മാവിൽ നിറഞ്ഞ് യഥാർത്ഥമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ദൈവമക്കളായ നിങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 28 അധ്യായങ്ങളുണ്ട്. 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നമുക്ക് 28 അധ്യായങ്ങൾ കാണുവാൻ കഴിയുന്നത്. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പത്രോസും, പിന്നെ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസും. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ പ്രധാനപ്പെട്ടയാൾ പത്രോസാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ 9-ാം അധ്യായത്തിലാണ് പൗലോസിൻ്റെ കൺവെർഷൻ കിടക്കുന്നത്. എന്നാലും പ്രധാനപ്പെട്ട പത്രോസിൻ്റെ മിനിസ്ട്രി ആദ്യത്തെ 12 അധ്യായങ്ങളിലാണ്. പിന്നീട് 13 മുതലുള്ള അധ്യായങ്ങളിൽ സെൻട്രൽ സ്റ്റേജിൽ പൗലോസ് അപ്പോസ്തലനെയാണ് നമ്മൾ കാണുന്നത്. ഇവരിരുവരുമാണ് പ്രധാനപ്പെട്ട ആളുകളായി ഈ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ വിവരിക്കുന്നത്. ഇതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരികയാണ്. നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുവാൻ ഓർപ്പിക്കുകയാണ്. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ആ 1-ാം വാക്യം നിങ്ങൾ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുവാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. തിയോഫിലോസിനോട് ലൂക്കോസ് ഈ വിഷയം എഴുതി തുടങ്ങുമ്പോൾ താൻ പറയുന്നത്,
യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സമ്മറിയാണ് ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. ദൈവമക്കൾ ശ്രദ്ധിച്ചാലേ, അപ്പോസ്തല പ്രവൃത്തി എന്നൊരു ബുക്കില്ലായിരുന്നെങ്കിൽ സുവിശേഷം കഴിഞ്ഞിട്ട് പെട്ടെന്ന് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ ആളുകൾക്കിത് മനസ്സിലാവുക പോലുമില്ല. എങ്ങനെയാണ് സഭ റോമിലെത്തിയത്? അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ആദ്യത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിൽ ഒരു ബ്രിഡ്ജാണ് അപ്പോസ്തല പ്രവൃത്തികളെന്ന് മനസ്സിലാക്കാൻ കഴിയും. സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന വിഷയം, വിശേഷാൽ ലൂക്കോസ് സുവിശേഷത്തിൽ അവതരിപ്പിച്ച കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവിടെ ഒരു പ്രധാന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. സുവിശേഷത്തിൽ യേശു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അപ്പോസ്തോല പ്രവൃത്തികളിൽ അതേ യേശു തൻ്റെ ആത്മാവിനാൽ തുടരുന്ന കാര്യങ്ങളാണ്. മറ്റേത് തുടങ്ങി, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരി സഹോദരന്മാരെ, ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ക്രിസ്ത്യാനിറ്റിയെ മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് അങ്ങനെ തീർന്നില്ല. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ അയച്ചു. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഇന്നും ദൈവമക്കൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അഥവാ കർത്താവ് തൻ്റെ ആത്മാവിനാൽ ഇന്നും ദൈവസഭയിൽ ഇറങ്ങി വന്ന് ദൈവസഭയിലൂടെ ലോകത്തെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ഐഹിക ശരീരത്തിൽ ആത്മാവിനാൽ കർത്താവ് ഐഹിക ശരീരത്തിലൂടെ ചെയ്തെടുത്ത കാര്യങ്ങളെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ വരുമ്പോൾ കർത്താവ് തൻ്റെ ആത്മാവിനാൽ ആത്മീയ ശരീരമാകുന്ന സഭയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും തമ്മിൽ വളരെ ബന്ധമുണ്ട്. സുവിശേഷങ്ങൾ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ലേഖനങ്ങൾ തമ്മിൽ ഒരു ബ്രിഡ്ജിലൂടെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ. മറ്റൊരു ചിന്തയോടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ ഞാനതൊന്ന് വായിക്കാം. തിയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത്. യേശുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചോ. ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത് ചെയ്തും ഉപദേശിച്ചും. പുതിയ നിയമ ശുശ്രൂഷയുടെ ഒരു പാറ്റേൺ അവിടെ വളരെ വ്യക്തമാണ്. കേവലം ഉപദേശം മാത്രമല്ല പുതിയ നിയമ ശുശ്രൂഷ. വേർഡ്സ് ആൻഡ് ഡീഡ്സ്, ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ. അതിന് ധാരാളം തെളിവുകൾ ദൈവവചനത്തിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:19 കർത്താവ് ഹി വാസ് പവർഫുൾ ഇൻ ഡീഡ് ആൻഡ് വേർഡ്. അവിടുന്ന് ചെയ്യുകയും ചെയ്തു, ഉപദേശിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഡെമോൺസ്ട്രേഷൻസ് യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവസഭയിൽ അത് ഉണ്ടാകണം. അപ്പോൾ തന്നെ ഉപദേശവും ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നു.
ഇന്നും ഉപദേശവും ദൈവസഭയിൽ വേണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു പക്ഷിയുടെ രണ്ട് ചിറക് എന്നതുപോലെ വളരെ ബാലൻസ്ഡ് ആയിട്ട് പോകണം. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രി. ആൻഡ് ബോത്ത് ആർ ബൈ ദ ഹോളി സ്പിരിറ്റ്. രണ്ടും പരിശുദ്ധാത്മാവിനാലാണ്. മറ്റ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ പുതിയ നിയമ മിനിസ്ട്രിയെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പ്രസംഗമുണ്ടായിരുന്നു, ഉപദേശമുണ്ടായിരുന്നു, രോഗസൗഖ്യമുണ്ടായിരുന്നു. പ്രീച്ചിങ്, ടീച്ചിങ്, ഹീലിംഗ്. അപ്പം വൺ സൈഡഡ് അല്ലായിരുന്നു കർത്താവിൻ്റെ ആ ശുശ്രൂഷ. നമുക്ക് കോപ്പി ചെയ്യാനുള്ള കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. ദൈവസഭ ഇന്ന് കർത്താവിൻ്റെ ന്യൂ ടെസ്റ്റമെൻ്റ് മിനിസ്ട്രിയാണ് ഇന്ന് വാസ്തവത്തിൽ ഭൂമിയിൽ നടപ്പിലാക്കേണ്ടത്. അതിനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദാനമായി ഓരോരുത്തരുടെ മേലും ദാനമായി കർത്താവ് തരുന്നത്. വേറെ 2 വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് തൻ്റെ പുതിയ നിയമ ശുശ്രൂഷയെ അവിടെ വിവരിക്കുന്നു. അവിടെയും തൻ്റെ ശുശ്രൂഷ ഹോളി സ്പിരിറ്റിനാലാണ്. അത് രണ്ടും, ഉപദേശവുമുണ്ട്, വിടുതലിൻ്റെ ശുശ്രൂഷയുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താണ് കർത്താവ് അവിടെ പറയുന്നത്. ലൂക്കോസ് 5:15 കർത്താവിനെ താൻ പറയുന്ന വചനം കേൾക്കുവാനും ആളുകൾ വന്നു, രോഗസൗഖ്യം പ്രാപിക്കുവാനും വന്നു. അപ്പം നോക്കൂ, ഈ ഒരു 1-ാമത്തെ വാക്യത്തിൽ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ഈ പാറ്റേൺ, ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ പാറ്റേൺ ആണ് അപ്പോസ്തല പ്രവൃത്തികൾ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമസഭ ആവർത്തിച്ചു വന്നത്. ഈ കാലഘട്ടത്തിലെ സഭയ്ക്കും ഉള്ള ദൂതിതാണ്, വൺ സൈഡഡ് അല്ല മിനിസ്ട്രി. പുതിയ നിയമ ശുശ്രൂഷയിൽ there is the demonstration of the Holy Spirit in power ministries. അപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ അതിശക്തമേറിയ ശുശ്രൂഷ ഇൻ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്, അതും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഈ പ്രാരംഭത്തിലെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്. ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട ചിന്തയോടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യേശുവിൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാലായിരുന്നു. ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തു ദൈവമാണ്, അതിനാർക്കും തർക്കമില്ല. അത് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു ചർച്ചാ വിഷയമേ അല്ല. യേശു ദൈവമാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ദൈവം ഭൂമിയിൽ മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവിടുന്ന് ശുശ്രൂഷ ചെയ്തത് തൻ്റെ ദൈവത്വത്തിൽ നിന്നിട്ടാണോ അല്ലയോ? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർ അല്ലെങ്കിൽ 10-15,000 പേരെ പോഷിപ്പിച്ചത് തൻ്റെ ദൈവത്വത്തിൽ നിന്നിട്ടാണോ അല്ലയോ? മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നത് തൻ്റെ ദൈവത്വത്തിൽ നിന്നിട്ടാണോ അല്ലയോ? അങ്ങനെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വെള്ളത്തിന്മീതെ നടക്കുന്നത്, കർത്താവിൻ്റെ ഉപദേശങ്ങൾ, ടീച്ചിങ്, ഇതെല്ലാം ദൈവത്വത്തിൽ നിന്നാണോ കർത്താവ് ചെയ്തത് അല്ലയോ? കർത്താവ് ദൈവമാണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ, സൂചിപ്പിച്ചതുപോലെ അതിവിടെ ചർച്ചാ വിഷയമേ അല്ല. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു യേശു ദൈവത്തിൻ്റെ പുത്രൻ. എന്നാൽ അവിടുത്തെ മിനിസ്ട്രി, ശുശ്രൂഷ ചെയ്തത് എങ്ങനെയായിരുന്നു? അപ്പം ഇതിന് പല നിലകളിൽ ആളുകൾ പ്രതികരിക്കാനുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ശ്രദ്ധിച്ചാൽ, യേശു പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് തിരുവെഴുത്ത് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ
പരിശുദ്ധാത്മാവിനാലാണ് രോഗികളെ സൗഖ്യമാക്കിയതെന്ന് ആ വാക്യം വളരെ വ്യക്തമാണ്. മർക്കോസ് 5:30 നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ, രക്തസ്രവക്കാരത്തിയ സ്ത്രീ യേശുവിനെ വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി അവങ്കൽ നിന്ന് പുറപ്പെട്ട് അവളെ സൗഖ്യമാക്കി എന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ ഹീലിംഗ് മിനിസ്ട്രിയും ഇറ്റ് വാസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, കൂടെ നടന്ന പത്രോസ് അപ്പോസ്തലൻ സാക്ഷീകരിക്കുന്നത് ദൈവം കർത്താവിനെ ഹോളി സ്പിരിറ്റിനാൽ അനോയിൻറ്റ് ചെയ്തു, അവൻ എല്ലായിടത്തും നടന്ന് നന്മ ചെയ്തു, ഭൂതങ്ങളെ കാസ്റ്റ് ഔട്ട് ചെയ്തു എന്നൊക്കെയല്ലേ. അപ്പോൾ യേശു ദൈവമായി ആണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, തിരുവെഴുത്ത് പറയുന്ന ഒരു വെളിപ്പാട്, കർത്താവിൻ്റെ ഐഹിക ജീവിത കാലത്തിൽ ശുശ്രൂഷയിൽ കർത്താവ് മിനിസ്റ്റർ ചെയ്തത് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയാണ്. മറ്റൊരു തെളിവ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 37 വരെയുള്ള വാക്യത്തിൽ യേശു കർത്താവ് താൻ പരിശുദ്ധാത്മാവിനാലാണ് അമ്മ മറിയയുടെ ഉദരത്തിൽ ജനിച്ചതെന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നിട്ട് ലൂക്കോസ് 3:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ കർത്താവ് കടന്നു വരുന്ന സമയത്ത് സ്നാനമേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി ആവസിക്കുന്നു എന്ന് നാം തിരുവെഴുത്തിലൂടെ കാണുന്നു. 30-ാമത്തെ വയസ്സ് വരെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ ശുശ്രൂഷിച്ചില്ല, പരസ്യ ശുശ്രൂഷ ചെയ്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ്. എന്നാൽ 30-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്ന ശേഷമാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് തൻ്റെ മേൽ വന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് കർത്താവിനെ എംപവർ ചെയ്യുവാൻ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അങ്ങനെ ആത്മാവിൽ ആണ്, ആത്മാവിൻ്റെ ഫുൾനെസ്സിലാണ് കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നത്. ലൂക്കോസ് 4:1 അങ്ങനെയല്ലേ? ജീസസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മപൂർണനായി മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയാണ്. അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ ഉപവസിച്ചുകൊണ്ടിരുന്ന കർത്താവ് പിശാചിനെ തോൽപ്പിക്കുന്നു. അതിനുശേഷം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവ് ഗലീലയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വരുന്നു. ഇതിനകത്തൊക്കെ ഒത്തിരി ദൂതുകൾ അന്തർലീനമായി കിടപ്പുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനെ തോൽപ്പിക്കാത്ത ഒരാൾക്ക് ഹോളി സ്പിരിറ്റിൻ്റെ പവർ മിനിസ്ട്രീസ് എങ്ങനെ ചെയ്യാൻ കഴിയും? യേശു പിശാചിനെ നേർക്കുനേർ ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടായി കർത്താവ് തോൽപ്പിച്ചു. അതിനുശേഷം താൻ മടങ്ങി വരുമ്പോഴാണ് ഹി കെയിം ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് തിരുവെഴുത്ത് പറയുന്നത്. ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്, മനുഷ്യാവതാരം പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ തന്നെ തൻ്റെ ശുശ്രൂഷയ്ക്കായി 30-ാമത്തെ വയസ്സിൽ കർത്താവിനെ എംപവർ ചെയ്യാൻ ഹോളി സ്പിരിറ്റ് കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്നു. അങ്ങനെ ആത്മാവിനാലാണ് ഉപദേശിച്ചതെന്ന് ഈ 1-ാം വാക്യം സാക്ഷീകരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:1. ഞാൻ നേരത്തെ ഉദ്ധരിച്ച സുവിശേഷങ്ങളിലെ ധാരാളം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ മിനിസ്ട്രിയും താൻ ചെയ്തത് ഹോളി സ്പിരിറ്റിനാലാണ്. ഇത് ബൈബിൾ പറയുന്ന ഒരു വലിയ സത്യമാണ്. അവിടുന്ന് ദൈവമാണ്. എന്നാൽ മനുഷ്യാവതാരത്തിൽ താൻ ദൈവത്വത്തിൽ നിന്ന് ശുശ്രൂഷിക്കാതെ താൻ ദൈവമാണ്. അപ്പോൾ തന്നെ ഹോളി സ്പിരിറ്റിനാൽ താൻ ശുശ്രൂഷിക്കുകയുണ്ടായി. ഇത് നമുക്ക് തരുന്ന ഒരു വലിയ ദൂതുണ്ട്. അതേ പരിശുദ്ധാത്മാവിനെയാണ് കർത്താവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും തരാം
എന്ന് വാക്ക് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ പുതിയ നിയമസഭ ജയകരമായി യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ പൂർത്തീകരിക്കുവാൻ സാധ്യമല്ല എന്ന സത്യം ദൈവത്തിൻ്റെ ജനം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ വേഗത്തിൽ ചൂണ്ടിക്കാണിക്കാം. യേശു തൻ്റെ ശരീരത്തിലായിരുന്നപ്പോൾ, ഐഹിക ശരീരത്തിലായിരിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിച്ചതുപോലെ ഇന്ന് കർത്താവിൻ്റെ ആത്മീക ശരീരമാകുന്ന സഭ കോർപ്പറേറ്റായിട്ട് ആ സഭയിലൂടെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അന്ന് കർത്താവിൽ എല്ലാ ഗിഫ്റ്റ്സും പരിശുദ്ധാത്മാവിൻ്റെ ഓപ്പറേഷനിലായിരുന്നു. ഇന്ന് ഒരുപക്ഷെങ്കിൽ എല്ലാ ഗിഫ്റ്റും ഒരു വ്യക്തിയിലല്ലായിരിക്കാം. ത്രൂ ദ ബോഡി, യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ സഭയിലൂടെയാണ് എല്ലാ ഗിഫ്റ്റ്സും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഈ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ 1-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ 1-ാമത്തെ വാക്യം വായിക്കാം. തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. 2-ാം വാക്യം, അവൻ കഷ്ടമനുഭവിച്ച ശേഷം. ശ്രദ്ധിക്കുക, യേശു കഷ്ടമനുഭവിച്ച ശേഷം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശ് മരണവും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കഷ്ടാനുഭവങ്ങൾ കർത്താവെല്ലാം സഹിച്ച്, കർത്താവ് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. ആ 40 ദിവസം കർത്താവ് പിന്നെയും ശിഷ്യന്മാരുമായി പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും അവരെ പിന്നെയും പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും അവസാനമായി പിന്നെയും അവരോട് കർത്താവ് നേരത്തെ പറഞ്ഞു വന്ന അതേ ടോപ്പിക്ക് തന്നെ കർത്താവ് പിന്നെ അവരുമായി ഷെയർ ചെയ്യുകയുണ്ടായി. ദൈവരാജ്യം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. കർത്താവിൻ്റെ പ്രസംഗം കേന്ദ്രീകരിച്ചത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്ന വിഷയത്തിലാണ്. കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ 40 ദിവസവും കർത്താവ് ശിഷ്യന്മാരോട് ചേർന്ന് അവരെ ഈ വിഷയങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. 1-2 കാര്യങ്ങളുടെ അവിടെ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 3-ാം വാക്യം, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. മറ്റ് മതങ്ങളെയും ക്രിസ്തുവിൻ്റെ മാർഗത്തെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്. മരിച്ചുപോയി, മരിച്ചു മൺമറഞ്ഞ് അങ്ങനെ തീർന്ന ഒരു നേതാവല്ല യേശു കർത്താവ്. ലോകത്തിലുള്ള പല നേതാക്കളും മരിച്ച് മൺമറഞ്ഞ് അതോടുകൂടി അവർ അസ്തമിച്ചപ്പോൾ
തിരുവെഴുത്ത് കർത്താവിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ആ ഉയർത്തെഴുന്നേൽപ്പിന് കൊടുക്കുന്ന എംഫസിസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ദൈവമക്കൾ വന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നമുക്കറിയാം. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച്, റിസറക്ഷനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പൗലോസിൻ്റെ ടീച്ചിങ്ങാണ്. അതിൽ 3-ാം വാക്യം തൊട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. പൗലോസ് പറയുക, അപ്പം എവിടെയോ ഒരു കോണിൽ നടന്ന ഒരു വിഷയമല്ല റിസറക്ഷൻ. പരസ്യമായി അനേക ആളുകൾക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വളരെ വ്യക്തവും സ്പഷ്ടവുമായി മനസ്സിലാക്കത്തക്കവണ്ണം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെയും, ഈ ഒരു വിഷയം നമുക്ക് ആനന്ദം വരുന്നതായിരിക്കട്ടെ. നമ്മൾ ഇറങ്ങിത്തിരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനം പഠിക്കുകയും ദൈവവചനം പ്രായോഗികമാക്കുകയും ഒക്കെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് കേവലം മരിച്ച് പോയ ഒരാളിൻ്റെ കാര്യമല്ല. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ ശ്രദ്ധിച്ചാൽ അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുവാനും സാക്ഷീകരിക്കുവാനും പോയ അപ്പോസ്തലന്മാരുടെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കൽ പ്രസംഗം യേശുവിൻ്റെ ഉയർപ്പായിരുന്നു. ജീസസ് ഈസ് അലൈവ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് ഒരു പ്രതികൂലത്തിലോ ഒരു പ്രതിസന്ധിയിലോ നിങ്ങളാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് വിടുതൽ ഉണ്ട്. ജീവനും ഭക്തിക്കും വേണ്ട സകല കാര്യങ്ങൾ യേശു കരുതിയിട്ടുണ്ട്. യേശു ജീവിക്കുന്നത് കൊണ്ടാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉത്തരം തരുന്നത്. യേശു ജീവിക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഗോസ്പൽ ഒരു ഗോസ്പൽ അല്ല, സദ്വർത്തമാനമല്ല. സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയമാണ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 3-ാമത്തെ വാക്യം ആ ഉയർത്തെഴുന്നേൽപ്പിനാണ് ഊന്നൽ കൊടുക്കുന്നത്. 4-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശു പറയുകയാണ്. 40 ദിവസത്തെ ആ വേളയിൽ ധാരാളം കാര്യങ്ങൾ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചും ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അവരുമായി ഒരു പ്രാവശ്യം കൂടിയിരിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 5-ാം വാക്യം കൂടെ ശ്രദ്ധിക്കുക. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പിതാവിൻ്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് അവിടെ പറയുകയാണ്.
ആ പരിശുദ്ധാത്മാവിനെ തരുന്നത് ആത്മസ്നാനത്തിലൂടെയാണ്. യോഹന്നാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. കർത്താവ് പറയുക, ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ബാപ്റ്റിസം തരും. അങ്ങനെ കൽപ്പിച്ചെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തോ? അത് പരിശുദ്ധാത്മ സ്നാനം എന്ന ഒരു ഉപദേശ സത്യം അത് കർത്താവിൻ്റെ കൽപ്പനയാണെന്നാണ് ലൂക്കോസ് അവിടെ പറയുന്നത്. അനേക ആളുകൾ ചിന്തിക്കുന്നത് മാനസാന്തരം, യേശുവിൽ വിശ്വസിക്കുക, വെള്ളത്തിലെ സ്നാനം ഇത് മാത്രമേ ഉള്ളൂ കൽപ്പന എന്നാണ്. സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മ സ്നാനം കൽപ്പനയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് 40 ദിവസം ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരുമായി അവരോട് കൂടിയിരുന്ന് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ദൈവരാജ്യകാര്യവും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും കർത്താവ് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലെ ഒരു പ്രധാന കാര്യം ഇതാണ്, പരിശുദ്ധാത്മ സ്നാനം. ആ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നിടം വരെ യെരുശലേമിൽ നിന്നും പോവരുത്. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം സുവിശേഷം ലോകമെമ്പാടും പോയി സുവിശേഷീകരിക്കേണ്ട സുവിശേഷകരാണ് ഈ ശിഷ്യന്മാർ. അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മ സ്നാനമില്ലാതെ പോവണ്ട. പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കണം. അതിനർത്ഥം ഇതാണ്, ആത്മസ്നാനം കൂടാതെ സുവിശേഷ വേല വിജയകരമായി നടക്കുകയില്ല. ഇന്ത്യ സുവിശേഷീകരിക്കണമെങ്കിൽ, ഇല്ല നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദേശം സുവിശേഷീകരിക്കണമെങ്കിൽ അതിനുള്ള താക്കോലാണ് പരിശുദ്ധാത്മ സ്നാനം. നമുക്കൊരുപാട് കാര്യങ്ങൾ സഭാ വളർച്ചയെക്കുറിച്ചും ഒരുപാട് പോയിന്റുകളൊക്കെ പഠിക്കാം, പലതും നല്ലതായിരിക്കാം. എന്നാൽ ലോക സുവിശേഷീകരണത്തിന് യേശു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനമാണ്. ഇതുവരെയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ആത്മസ്നാനമെന്ന ആത്മീയ അനുഭവം നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, എൻ്റെ കേൾവിക്കാരായ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഇതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കും പ്രാപിക്കാൻ കഴിയും. നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, പാപജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായും ഈ വാഗ്ദത്തം നിങ്ങൾക്കൂടെ ഉള്ളതാണ്. നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധാത്മ സ്നാനം എന്ന വിലപ്പെട്ട വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ പഠന പരമ്പര നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നതായി മാറട്ടെ. പ്രത്യേകിച്ചും സഭകളുടെ അന്തരീക്ഷം, സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പർപ്പസ്, സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സുവിശേഷീകരണമാണ്. പലയിടത്തും സഭ പരാജയപ്പെടാൻ കാരണം പരിശുദ്ധാത്മ സ്നാനം എന്ന ആ വിലപ്പെട്ട വിഷയത്തിന് വേണ്ടവണ്ണം ഊന്നൽ കൊടുക്കാത്തത് കൊണ്ടും സഭയിലെ അംഗങ്ങൾ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിക്കാത്തത് കൊണ്ടും സുവിശേഷീകരണത്തിന് വേണ്ടവണ്ണം അവർ എക്യുപ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് സഭ അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അവർ ഫെയിലാകുവാൻ കാരണം.